ഹരി, ഒരു സംശയം. ഈ രാജിക്ക് തയ്യാറാണ് എന്ന് കേന്ദ്രത്തോട് പറയുമ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ അദ്ദേഹം ഒരു പരാതി കൂടി സമർപ്പിച്ചിട്ടുണ്ടല്ലോ, അതെന്താണ് ആ പരാതി? അമൃത, പാലക്കാട്ടെ തോൽവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശോഭാ സുരേന്ദ്രന് പങ്കുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായ ആരോപണമായി ഉന്നയിച്ചുകൊണ്ട് സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പിലെ വിജയ സാധ്യത അട്ടിമറിച്ചു എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഉയർത്തിയിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം, പരാതി. അത് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ സുരേന്ദ്രൻ വെച്ചിട്ടുണ്ട്. ഇത് പരിശോധിച്ചുകൊണ്ടുകൂടി നടപടി വേണം എന്നുള്ള കാര്യം സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് തുടക്കം മുതൽക്ക് ഉയർന്നു കേട്ട പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റേത്. 3 പേരുടെ പേരുകൾ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് അയക്കുകയും ചെയ്തു. പക്ഷെ അവിടെ നിന്ന് ശോഭാ സുരേന്ദ്രന്റെ പേര് വെട്ടിപ്പോയത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യമാണ് ഈ പറയുന്ന എതിർപ്പുന്നയിക്കുന്ന, വിമർശനം ഉന്നയിക്കുന്ന നേതാക്കൾ എല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. അതായത് കോർ കമ്മിറ്റി യോഗം വിളിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്, സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം സുരേന്ദ്രൻ അവകാശപ്പെടുമ്പോഴും വാദിക്കുമ്പോൾ പോലും ആ 3 പേരുടെ പട്ടികയിൽ സി കൃഷ്ണകുമാറിന്റെ പേര് തന്നെ, സുരേന്ദ്രന് താല്പര്യമുള്ള സി കൃഷ്ണകുമാറിന്റെ പേര് തന്നെ കേന്ദ്ര നേതൃത്വം എങ്ങനെ അംഗീകരിച്ചു എന്നുള്ള ചോദ്യമാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിൽ അതിനെതിരെ അതൃപ്തി ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ പക്ഷം ചില്ലറ രീതിയിലൊന്നുമല്ല അസ്വസ്ഥത പ്രകടിപ്പിച്ചത്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിന്റെ വിജയസാധ്യത പോലും അട്ടിമറിക്കുന്ന രീതിയിലേക്ക് അസ്വസ്ഥത മാറി, അതൃപ്തി മാറി എന്നുള്ളതാണ് സുരേന്ദ്രൻ കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രധാന ആരോപണം. അതുകൊണ്ട് തന്നെ അത് പരിശോധിച്ച് നടപടിയെടുക്കണം എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ള എല്ലാ പരാതികളും ആരോപണങ്ങളും പരിശോധിക്കും എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നത്. അതിനി എങ്ങനെയാവും ഉണ്ടാവുക എന്നുള്ളത് കൂടിയാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടുന്ന ഒരു പ്രധാന കാര്യം. ഇതിൽ അവർ എടുത്തു പറയുന്ന, നിലവിൽ ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷ് അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം, നിലവിൽ ജില്ലയിലെയും മണ്ഡലത്തിലെയും നഗരസഭാ പരിധിയിലും ഉൾപ്പെട്ട ചില നേതാക്കളുണ്ട്. ആ നേതാക്കൾക്കെതിരെ സുരേന്ദ്രൻ ചില പരാതികൾ നൽകിയിട്ടുണ്ട്. അവർക്കെതിരെ ഉറപ്പായും നടപടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ആ നേതാക്കളിൽ പെട്ട ചില ആളുകൾ ശോഭാ സുരേന്ദ്രന്റെ ക്യാമ്പിൽ ഉള്ളവരാണ്, N ശിവരാജൻ അടക്കമുള്ളവർ. അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടത്. അങ്ങനെ നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വേറെ വലിയൊരു വിവാദത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അതായത് സുരേന്ദ്രൻ രാജ്യസന്നദ്ധത, ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുമ്പോൾ പോലും ഈ തോൽവിയുടെ കാരണം മറ്റ് ചില നേതാക്കളാണ് എന്നുള്ള സുരേന്ദ്രന്റെ ആരോപണം, വാദമൊക്കെ തന്നെ കേന്ദ്ര നേതൃത്വം ശരിവെക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ആ നടപടി ഉണ്ടായാൽ വരും എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രധാന പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത്. എന്തായാലും കേന്ദ്ര നേതൃത്വം ഇതിൽ അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളണം. രാജി സന്നദ്ധത അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ, സുരേന്ദ്രനോട് ഈ വിഷയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം. അങ്ങനെ സുരേന്ദ്രൻ രാജിവെക്കുകയും വേണം. അതിനാണ് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ എന്തായാലും എതിർപക്ഷത്തുള്ളവരും ഒപ്പം സ്വന്തം പക്ഷത്തുള്ളവരും ഒക്കെ തന്നെ BJP-യിൽ കാത്തു നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിനെതിരൊക്കെ മറുപടി പറയുമോ, തന്റെ രാജ്യസന്നദ്ധതയെക്കുറിച്ച് സുരേന്ദ്രൻ വാചാലനാകുമോ എന്നൊക്കെ ഉള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇനിയിപ്പോൾ തന്റെ നിലപാട്, തന്റെ ഈ വിഷയത്തിൽ പാലക്കാട്ടെ തോൽവിയിൽ താൻ എടുത്തിരിക്കുന്ന ഒരു വിലയിരുത്തൽ, കണ്ടെത്തലൊക്കെ തന്നെ പരസ്യമായി പുറത്തുവിടേണ്ടതില്ല എന്നുള്ള നിലപാടിൽ നിന്ന് സുരേന്ദ്രൻ പിന്നാക്കം പോയിട്ടുണ്ട്. ഒരുപക്ഷെ ചില നേതാക്കൾക്കെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൂടി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചതോടുകൂടി BJP-യിൽ ഒരു കൂട്ടം നേതാക്കൾ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കുപ്പായം തുന്നിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവ് ചോദ്യം ചെയ്യപ്പെടുന്നത് പോലെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പോക്ക്. നമുക്കറിയാം, വലിയ തരത്തിൽ കെ സുരേന്ദ്രനെതിരെയൊക്കെ ആഞ്ഞടിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി വിട്ടത്. സന്ദീപിന്റെ പോക്കിന്റെ കാരണവും സുരേന്ദ്രൻ തന്നെയാണ്. അപ്പോൾ തന്നെ ഈ പാർട്ടിയിൽ ഐക്യമില്ലായ്മയും തമ്മിലടിയുമാണ് എന്നുള്ളൊരു പ്രതീതി സന്ദീപിന്റെ പോക്കിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രവർത്തകർക്കിടയിൽ തന്നെ ഒരു അഭ്യൂഹം, അല്ലെങ്കിൽ അവർക്കിടയിൽ തന്നെ അങ്ങനെ ഒരു കാര്യം പ്രചരിക്കുന്നുമുണ്ട്. അപ്പോൾ അതും തിരിച്ചടിയായി എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? അമൃത, ഈ സന്ദീപ് വാര്യരുടെ വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി നേരിടുന്ന സുരേന്ദ്രൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ സന്ദീപ് വാര്യരെ തഴഞ്ഞു നിർത്തിയതും ഒഴിവാക്കി നിർത്തിയതും അവഗണിച്ചു നിർത്തിയതും ഒക്കെ തന്നെ കെ സുരേന്ദ്രൻ തന്നെയാണ്. പക്ഷേ പാർട്ടി ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ, അതും വിജയസാധ്യതയുണ്ടെന്ന് അവർ തന്നെ വിലയിരുത്തുന്ന ഒരു A ക്ലാസ് മണ്ഡലത്തിൽ അത്തരം ഒരു സാഹചര്യം, അതായത് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മാത്രം മുൻപ് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തി, പാർട്ടിയുടെ മുഖമായി ചാനൽ ചർച്ചകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പാർട്ടി വിടുമ്പോൾ അതേ നിലപാട്, അവഗണിച്ച്
പിടിച്ചു നിർത്തുക എന്നുള്ള നിലപാട് തന്നെ സുരേന്ദ്രൻ സ്വീകരിച്ചതിനെതിരെയാണ് കടുത്ത വിമർശനം ഉയരുന്നത്. ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും അനുനയിപ്പിക്കാനുള്ള നീക്കം സുരേന്ദ്രൻ നടത്തിയിട്ടില്ല എന്നുള്ള വിമർശനം കൂടിയാണ് ഉയരുന്നത്. മാത്രമല്ല ഈ സന്ദീപ് വാര്യരെ അനുനയിപ്പിക്കാൻ നീക്കം നടത്തിയ RSS നേതാക്കൾക്ക് പോലും അതിനുവേണ്ട പിന്തുണ സുരേന്ദ്രൻ നൽകിയിട്ടില്ല. ഇതിനകത്ത് സന്ദീപ് വാര്യരുമായി വ്യക്തിപരമായി ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ചില നേതാക്കൾ, അതും പ്രധാനപ്പെട്ട നേതാക്കളല്ല, ആ നേതാക്കൾ മാത്രമാണ് പാലക്കാട്ടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയൊക്കെ കൂടിക്കാഴ്ച നടത്തിയത്. അതല്ലാതെ അനുനയ ശ്രമം ഒരു രീതിയിലും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതിൽ ഗുരുതരമായ വീഴ്ച സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. സന്ദീപ് വാര്യർ പോയത് ചില്ലറ വെല്ലുവിളിയൊന്നുമല്ല പാർട്ടിക്ക് ഉണ്ടാക്കിയത്. മാത്രമല്ല സന്ദീപ് വാര്യർ പോയി കോൺഗ്രസിൽ പ്രവേശിച്ചുകൊണ്ട് ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബലിദാനി പരാമർശം വരെ നടത്തി അതിനകത്തൊരു വൈകാരികമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയതൊക്കെ തന്നെ ഇത്തരത്തിൽ സുരേന്ദ്രൻ പക്ഷം അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ നേരിട്ട് നടത്തിയ ഇത്തരത്തിലുള്ള അവഗണനയാണ് എന്നുള്ളതാണ് ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ട് സന്ദീപ് വാര്യരുടെ വിഷയത്തിൽ മാത്രമല്ല, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ വിവാദങ്ങളുടെയും ഏക കാരണക്കാരൻ, ഏക ഉത്തരവാദി കെ സുരേന്ദ്രൻ തന്നെയാണ് എന്നുള്ള നിലപാടിലാണ് മറ്റുള്ള നേതാക്കളൊക്കെ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ കേന്ദ്ര നേതൃത്വം സുരേന്ദ്രൻ വെച്ചിരിക്കുന്ന പരാതി അല്ലാതെ മറ്റ് നേതാക്കൾ ആരെങ്കിലും പരാതിയുമായി മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യമൊന്നും നിലവിൽ അറിയില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു സാധ്യത കൂടി നിലവിൽ കാണുന്നുണ്ട്. കാരണം ഒരു കാര്യം കൂടി, ഉച്ചയ്ക്ക് 12 മണിക്ക് കെ സുരേന്ദ്രൻ കോഴിക്കോട് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം പരാമർശിക്കാൻ അത് മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും അറിയിക്കാൻ വേണ്ടിയായിരിക്കുമോ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം? അമൃത, ഇന്നത്തെ വാർത്താ സമ്മേളനം എന്തായാലും വെറുതെ ആയിരിക്കില്ല. സാധാരണ രീതിയിൽ പാർട്ടിക്കെതിരെ ഉയർന്നിട്ടുള്ള അല്ലെങ്കിൽ പാലക്കാട്ടെ തോൽവിയിൽ എന്തെങ്കിലും ന്യായീകരണ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള ശ്രമമല്ല സുരേന്ദ്രന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കുറച്ചുകൂടി ഗൗരവ സ്വഭാവമുണ്ട്. അതിനകത്ത് ഒരുപക്ഷെ സുരേന്ദ്രൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചേക്കാം. താൻ കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയുമോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ ചില ആരോപണങ്ങൾ അദ്ദേഹം ഉയർത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടന്നത് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. BL സന്തോഷിനെയും JP നഡ്ഡയും ഒക്കെ തന്നെ വിവരം അറിയിച്ചത് ഇന്നലെ രാത്രിയാണ്. ഇന്നലെ രാത്രിയിൽ തന്നെ ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കുന്ന കാര്യവും തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് സുരേന്ദ്രൻ ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നതിന് മുമ്പ് സുരേന്ദ്രൻ പങ്കുവച്ചേക്കാം എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും പാലക്കാട്ടെ എത്തുന്നു എന്നുള്ളത് കൂടിയാണ്. ജില്ലയിലെയും മണ്ഡലത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും ഒക്കെ തന്നെ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ അത് സംസ്ഥാന നേതൃത്വം മതി. പക്ഷേ അത് കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് നടപ്പിലാക്കിയാൽ അതിന് വരുന്ന മാനം മറ്റൊന്നായിരിക്കും. ഒരുപക്ഷെ കൂടുതൽ നേതാക്കൾ പരാതിയുമായി സുരേന്ദ്രനെതിരെ കൂടി രംഗത്ത് വരാനുള്ള സാധ്യത കൂടി ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്. അമൃത.